ഇനി നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ജാതിക്ക തൊണ്ടുകൊണ്ട് തന്നെയുള്ള വേറൊരു ഐറ്റമാണ്. ജാതിക്ക അരിഷ്ടമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഈ മഴക്കാലത്ത് ജാതിക്കത്തൊണ്ട് ജാതിക്കായ ഉള്ള വീടുകളിലൊക്കെ ഇത് വലിച്ചെറിഞ്ഞ് കളയലാണ് പതിവ്, കൊതുകടി കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ ശർക്കര പൊടിച്ചത് ഇതിപ്പോൾ ഇതില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ നുറുക്കിയിടേണ്ടി വന്നത്. വലിയ ഭരണിയിലിടുന്നവരൊക്കെ അത് ഫുള്ളായിട്ട് പൊളിച്ചിട്ട് കഴുകി തുടച്ച് വെള്ളം ഉണ്ടാവരുതിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അരിഷ്ടം കെട്ടാനുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ 650 ഗ്രാം ജാതിക്കത്തൊണ്ടുണ്ട്. അതിലേക്ക് 1/2 കിലോ ബെല്ലം, ഒരു 15 ഗ്രാം അരികളാറ്. ഈ അരികളാറെന്ന് പറഞ്ഞത് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ടത് 6 ഏലത്തരി, കുടകപ്പാലരി, കാർക്കോകിലരി, കൊത്തമല്ലി, വിഴാലരി, ജ്യോതിസ്മൃതി അരി. ഇത്ര സാധനമാണ്. നമ്മളത് പച്ചമരുന്ന് കടയിൽ പറഞ്ഞാൽ അവർ തരും. ഇപ്പം മിനിമം ഇവിടെ തൃശ്ശൂരിലൊക്കെ ആകുമ്പോൾ 50 രൂപ മിനിമം, കുറച്ചും കൂടി ഉണ്ടാവും ഇതിൽ. അപ്പോൾ ഇതൊരു 15 ഗ്രാം മതി നമുക്ക് അരിഷ്ടം കെട്ടാനായിട്ട്. ഞങ്ങൾക്ക് വലിയ ഭരണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 എണ്ണത്തിലായിട്ടാണ് ഇത് കെട്ടിയിട്ട് ഞാൻ കാണിക്കുന്നത്. ഒന്നും ചെയ്യാനില്ല, പ്രത്യേകിച്ച് ഒരു പണി ഇതിലില്ല. രണ്ടും പകുതിയാക്കി എടുത്തിട്ട് വലിയ ഭരണി ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഇതിലൊരു പകുതി ഇട്ടു, ഇതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ടു. ഇനി അതുപോലെ തന്നെ വെല്ലം പൊടിച്ചെടുത്താണ്. ഇനി ഇതിലേക്കൊക്കെ ഇത് വന്നോളും. ഇത് അടച്ചു വെച്ചേക്കാം. കണ്ടോ, ഇനി നമ്മൾ 21 ദിവസം കഴിഞ്ഞാൽ ഇത് അരിച്ചെടുക്കാം നമുക്ക് കേട്ടോ. വേറെ ഇതിലൊന്നും ചെയ്യാനില്ല. താങ്ക് യു. ഇത് തന്നെ ഇത്രേ ഉള്ളൂ. പണി വളരെ എളുപ്പമാണ്. അരിഷ്ടം കെട്ടി വയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. 26 എന്നിട്ട് 21 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് നമ്മുടെ കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് അന്ന് നമ്മളത് അരിച്ചെടുത്താൽ മതി. വേറെ ഇപ്പം ഇതിലൊന്നും ചെയ്യാനില്ല. ഇത് അരിഷ്ടം കെട്ടുന്നത് വളരെ എളുപ്പമുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് നല്ല ഹെൽത്തിയാണ് കഴിക്കുന്നതും അരിഷ്ടം.